കേരള ബാങ്കിനെ തരം താഴ്ത്തിയ RBIയുടെ നടപടി പക്ഷപാതപരമാണെന്ന് വിമർശനമുയരുന്നു. സഹകരണ വായ്പാ മേഖലയുടെ ത്രിതല സംവിധാനത്തിൽ നിന്നും ദ്വിതല സംവിധാനത്തിലേക്കുള്ള പരിവർത്തനത്തിൽ രാജ്യത്തിന് മാതൃക തീർത്ത കേരള ബാങ്കിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹകരണ നയത്തിന് ബദലാണ് കേരള ബാങ്കും സംസ്ഥാന സഹകരണ മേഖലയും മുന്നോട്ട് വയ്ക്കുന്നത്. അമിത്ഷാ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയായതോടെ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായും വാർത്തകൾ വരുന്നു. കരിവന്നൂരിനെ രാഷ്ട്രീയായുധമാക്കുന്നതും മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നടപടികളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നാൽ കേരള ബാങ്ക് മുന്നേറ്റത്തിന്റെ പാതയിലാണ് എന്നത് വസ്തുതാപരമായ കാര്യമാണ്. ജനവിശ്വാസ്യത നേടി മുന്നേറുന്ന കേരള ബാങ്കിന് പ്രവർത്തന ലാഭത്തിലും കുതിപ്പ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കിന്റെ അറ്റലാഭം 209 കോടി രൂപയായി ഉയർന്നു. മുൻ വർഷത്തിനേക്കാൾ 10 ഇരട്ടിയാണ് വർധന. 2022-23 സാമ്പത്തിക വർഷം 20.5 കോടി രൂപയായിരുന്നു അറ്റലാഭം. രൂപീകൃതമായ ശേഷം 5 സാമ്പത്തിക വർഷങ്ങളിലും ബാങ്ക് അറ്റലാഭം നേടി. നിക്ഷേപത്തിലും വായ്പയിലും മൊത്തം ബിസിനസ്സിലും ക്രമാനുഗത വളർച്ചയുണ്ടായി. മൊത്തം ബിസിനസ് 2020 മാർച്ച് 31 1,01,194 കോടി രൂപയിൽ നിന്നും ഈ വർഷം മാർച്ച് 31 ആയപ്പോൾ 1,86,582 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതിയതായി 19,601 കോടി രൂപ വായ്പ അനുവദിച്ചു. കാർഷിക മേഖലയിൽ 99,700 വായ്പകളും ചെറുകിട സംരംഭ മേഖലയിൽ 85,000-ലധികം വായ്പകളും നൽകി. നബാർഡിൽ നിന്നുള്ള കാർഷികേതര വായ്പ 6,173 കോടിയിൽ നിന്നും 11,113 കോടി രൂപയായി ഉയർന്നു. നടപ്പ് സാമ്പത്തിക വർഷം 80% വർധനവാണ് രേഖപ്പെടുത്തിയത്. സഹകരണ ബാങ്കുകളുടെ സൂപ്പർവൈസറായ നബാർഡ് നടത്തുന്ന വാർഷിക പരിശോധനയിൽ കേരള ബാങ്കിനെ ഗ്രേഡ് ബിയിൽ നിന്നും സിയിലേക്ക് മാറ്റിയത് പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കില്ലെന്നും പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലും CEO ജോർട്ടി എം ചാക്കോയും അറിയിച്ചു. വ്യക്തിഗത വായ്പ, ജാമ്യ വായ്പ എന്നിവയുടെ പരിധി 40 ലക്ഷം രൂപയിൽ നിന്നും 25 ലക്ഷം രൂപയായി കുറയുമെന്ന് മാത്രം. ബാങ്കിന് 48,000 കോടി രൂപയുടെ വായ്പയുണ്ട്. ഇതിൽ ഏകദേശം 3% വ്യക്തിഗത ജാമ്യ വായ്പകൾ. ബാങ്കിന്റെ നിക്ഷേപത്തെയോ പ്രധാന വായ്പകളെയോ ഗ്രേഡിംഗ് ബാധിക്കില്ല. കാർഷിക വായ്പ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് പരിധിയില്ലാതെയും വ്യക്തികൾക്ക് ഭവന വായ്പ 75 ലക്ഷം രൂപ വരെയും അനുവദിക്കുന്നുണ്ട്. കഴിഞ്ഞ പരിശോധനയിൽ നബാർഡ് ചൂണ്ടിക്കാട്ടിയ കുറവുകൾ ഭൂരിഭാഗവും പരിഹരിക്കാൻ ഈ സാമ്പത്തിക വർഷം ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇരുവരും അറിയിച്ചു.